ബീഹാറിലെ അതിദയനീയമായിട്ടുള്ള പരാജയത്തിനു ശേഷം കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. കോൺഗ്രസിന് ഇനി ഒരിക്കലും തിരിച്ചു വരാനായി സാധിക്കില്ലേ? കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ ദുർബലമായി നിഷ്ക്രിയമായി പോകുന്ന ഒരു പാർട്ടിയായി മാറും എന്നാണ് നിലവിൽ കോൺഗ്രസിലെ മുതിർന്ന പ്രവർത്തകരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തില്ലേ എന്നാണ് പല മുതിർന്ന നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന ആ ദിവസം മാത്രമേ കോൺഗ്രസ് ഇനി രാജ്യത്ത് തിരിച്ചു വരൂ എന്നും പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. 2026 നടക്കാനിരിക്കുന്ന ദ്വിവത്സര രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വലിയ തോൽവി നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഫലങ്ങൾ കോൺഗ്രസിൽ മാത്രമല്ല അതിന്റെ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് സഖ്യത്തിലും ഗുരുതരമായിട്ടുള്ള സ്വാധീനം ചെലുത്തും. 2026 72 സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ NDAക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. 2026 ഏപ്രിൽ ജൂൺ നവംബർ മാസങ്ങളിലായി 72 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മോശം പ്രകടനം കണക്കിലെടുക്കുമ്പോൾ 2026 രാജ്യസഭാ തിരഞ്ഞെടുപ്പ് NDA ഘടകകക്ഷികൾക്ക് നേരിട്ട് നേട്ടമാകുമെന്ന് പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യത്തിലുള്ളവർ ഉൾപ്പെടെ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഈ തിരഞ്ഞെടുപ്പ് ഗണ്യമായ സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇത് രാജ്യസഭയിലെ അവരുടെ ശക്തി ക്ഷയിപ്പിക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2026 രാജ്യസഭയിലാകെ 8 കോൺഗ്രസ് സീറ്റുകൾ ഒഴിവരും. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ദിഗ്വിജയ് സിംഗ്, ശക്തി സിംഗ് ഗോഹിൽ, രജനി പാട്ടീൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഒഴിവ് വരുന്ന സീറ്റിൽ ഉൾപ്പെടുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാജ്യസഭാ കാലാവധി ജൂൺ 26 അവസാനിക്കും. കർണാടകയിൽ പാർട്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും അവസരം ലഭിച്ചേക്കാം. എന്നാൽ MLA മാരുടെ എണ്ണത്തിലെ കുറവ് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. ബീഹാറിൽ മഹാസഖ്യത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. RJDയുടെ പ്രേംചന്ദ് ഗുപ്ത, AD സിംഗ് എന്നിവരുൾപ്പെടെ 5 രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ബീഹാറിലും അവസാനിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം RJDക്ക് 2 സീറ്റുകൾ നേടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ അവരുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.